ഇന്നും നമ്മളൊരു യാത്രയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോകുന്ന വഴിക്ക് പറയാം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ മണിമലയാറിൻ്റെ തീരത്തൂടെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ മമ്മി ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പറഞ്ഞപ്പോഴേ മമ്മി ഒരു സിപ്ലോ കവറിനകത്ത് കുറേ കുമ്പിളെടുത്ത് തന്നു. അതിൻ്റെ അർത്ഥം അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലായി കേട്ടോ. അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളി വന്നേ. കാഞ്ഞിരപ്പള്ളി വന്നപ്പോൾ നമ്മുടെ ലിറ്റീസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടോ. നമ്മൾ ലിറ്റീസിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ നേരെ വന്ന് സെൻറ്റ് ജോൺസ് ആ കാഴ്ച അങ്ങ് മറിച്ചു. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ലല്ലോ. കൊള്ളാമല്ലേ, അവന് നല്ല കുശുമ്പാന്ന് തോന്നുന്നു നമ്മുടെ ലിറ്റീസിനോട്. അങ്ങനെ വണ്ടിയെല്ലാം കണ്ടു. വണ്ടിയൊന്നും ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമുക്ക് പോകേണ്ടത് വേറൊരിടത്തോട്ടും, ലിറ്റീസ് നേരെ കട്ടപ്പനയ്ക്കാണ് പോകുന്നത്. നമ്മളും പറഞ്ഞാൽ ഏകദേശം അങ്ങോട്ടൊക്കെ ആണെങ്കിലും ആ റൂട്ടല്ല കേട്ടോ. നമ്മൾ പേട്ടക്കവലയെന്ന് തിരിഞ്ഞ് എന്നിട്ട് ഈരാറ്റുപേട്ടയൊക്കെ കൂടിയാണ് പോകുന്നത്. ഇത് കണ്ടോ, ഇത് പേട്ടക്കവലയിൽ നിന്ന് ഈരാറ്റുപേട്ടയ്ക്കൊക്കെ പോകുന്ന റോഡാണ്. നല്ല അടിപൊളി റോഡല്ലേ. എനിക്ക് ഈ റോഡിൽ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ചെത്ത് റോഡാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അരുവിത്തറ പള്ളിയുടെ ഒക്കെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ അരുവിത്തറ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് പള്ളിയിൽ കയറാതെ പോകുന്നത് കേട്ടോ. കാരണം പള്ളിയിൽ കയറാത്തതിൻ്റെ കാരണം രണ്ടുണ്ട്. ഒന്ന് നല്ല മഴയായിരുന്നു. രണ്ടാമത്തെ കാരണം ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കാരണം നമുക്ക് ചെന്നിട്ട് ഇച്ചിരി അത്യാവശ്യമുള്ളൊരു കാര്യത്തിന് നമുക്ക് പോകേണ്ടത്. നമുക്ക് അവിടെ ടൈമിന് കറക്റ്റ് ഇത്ര സമയത്തിന് ചെല്ലണമായിരുന്നു. അങ്ങനെ നമ്മൾ മൂലമറ്റമൊക്കെ ആയി. മൂലമറ്റം സെൻറ്റ് ജോസഫ് കോളേജൊക്കെ ഇപ്പം നമ്മൾ കഴിഞ്ഞു പോയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നേരമായിട്ട് യാത്രാ വിവരണമുണ്ട്. നമ്മൾ പോകുന്നത് ഇടുക്കിക്കാണ് കേട്ടോ. ഇടുക്കിക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കി വായി പോലും വരുന്നില്ല. ഇടുക്കി കളക്ട്രേറ്റിലാണ് നമുക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ യാത്ര തിരിച്ചത്. ഇപ്പോൾ രാവിലെയാണ് സമയം, പക്ഷേ പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയാണ്. ഇടുക്കി കളക്ട്രേറ്റിൽ എന്തിനാണ് പോകുന്നത്? കളക്ടറിനെ കാണാൻ. എന്ത് ചോദ്യമല്ലേ. നമുക്ക് രാവിലെ ഇടുക്കി കളക്ടർ വിഘ്നേശ്വരി IAS ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ 10 o'clock. നിങ്ങൾ വിശ്വസിച്ചില്ലെന്ന് എനിക്കറിയാം. കണ്ടോ, ആരും വിശ്വസിച്ചില്ല. ഇതാണ് പ്രശ്നം. ഞാൻ ഇപ്പോൾ എന്ത് കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. എനിവേ, നമുക്ക് യാത്ര തുടരാം. പോകുന്ന വഴിയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞ പോലെ എനിക്ക് കോട്ടയം ഡിസ്ട്രിക്റ്റ് പോലെ തന്നെ ഇഷ്ടമുള്ള, കോട്ടയം ഓഫ് കോഴ്സ് എൻ്റെ ജില്ലയാണല്ലോ, അതുപോലെ ഇഷ്ടമുള്ള വേറൊരു ജില്ലയാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റ്. എന്ന് ഞാൻ ഇടുക്കി. അത് കേട്ടിട്ട് മറ്റുള്ള ജില്ലക്കാരൊന്നും എന്നോട് പിണങ്ങരുത്. പക്ഷെ എന്തോ നമ്മുടെ കോട്ടയമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു ജില്ല ആയതുകൊണ്ട് മാത്രമല്ല, കോട്ടയം ഇടുക്കിയൊക്കെ ഏകദേശം സ്വഭാവം കൊണ്ടും രീതി കൊണ്ടും ഭക്ഷണം കൊണ്ടും സംസാരം കൊണ്ടും ഒക്കെ ഏകദേശം ഒരുപോലല്ലേ. അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇടുക്കി ജില്ല ഭയങ്കര ഇഷ്ടമുള്ളൊരു ജില്ല കേട്ടോ. ഒരു പക്ഷേ കോട്ടയത്തിനേക്കാളിലും കൂടുതൽ കുറച്ചുകൂടെ നോളജ് ഇടുക്കിയായിട്ടാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. പക്ഷെ പോകുന്ന സ്ഥലമൊക്കെ എന്ത് ഭംഗിയല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചൊക്കെ പോകാമെന്ന്. നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഇത് കണ്ടോന്നേ, പോകുന്ന വഴിക്ക് ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജൊക്കെ കണ്ടോ. ആ പോകുന്ന വഴിക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. വർത്താനം പറഞ്ഞതിനിടയ്ക്ക് ഒരു സംഭവം കൂടെ കണ്ടായിരുന്നു. റോഡിൻ്റെ നടുക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു കിണർ കണ്ടോ? ഇടുക്കി മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. റോഡിൻ്റെ ഒത്ത നടുക്ക് ഒരു കിണർ കൊണ്ടുവച്ചതല്ല, അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും എനിക്ക് അറിയാൻ മേല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അത് മാത്രം എനിക്കറിയത്തില്ല. പക്ഷേ പോകുന്ന വഴി ഞാൻ ശരിക്കും പറഞ്ഞ് ഈ വീഡിയോ 1, 2, 3, 4 പ്രാവശ്യം കണ്ടേ. ഇതിൻ്റെ ഏത് ഭാഗമാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. ഇച്ചിരി ലെന്തിയാണ്, പക്ഷെ ഒരു ഭാഗം പോലും എനിക്ക് കട്ട് ചെയ്യാൻ തോന്നിയില്ല. എന്നാ ഭംഗിയല്ലേ. ഭംഗിയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത്, നല്ല തണുത്ത കാറ്റും കോടയും മഞ്ഞും പിന്നെ കൂടെ നല്ല മഴയും. എന്താ പറയേണ്ടത്, ഒരു ആൽക്കഹോളിക് വെതർ എന്ന് മമ്മൂക്ക ഒരു മൂവി പറഞ്ഞ പോലെ അടിപൊളി ഒരു വെതറായിരുന്നു കേട്ടോ. ശരിക്കും ഒരു ആൽക്കഹോളിക് വെതർ. നല്ല കയ്യിലൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് യാത്ര പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ എന്തോ കട്ടൻ കാപ്പി ഒന്നും കൈ കിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ധൃതി ഉണ്ടായിരുന്നത് കൊണ്ട് വിട്ടുപോയി. പോകുന്ന വഴിക്ക് പിന്നെ കാപ്പി ഒന്നും കുടിക്കാൻ റെസ്റ്റോറൻറ്റും കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോഴേ മമ്മി കയ്യിലൊരു കുമ്പിള് ഒരു പാക്കറ്റ് തന്നു വിട്ടെന്ന്. ഇതാണ് കാരണം. പോകുന്ന വഴിക്ക് മുഴുവൻ ഫോറസ്റ്റാന്നേ. എവിടെയെങ്കിലും റെസ്റ്റോറൻ്റ് ഉണ്ടോ? ഒരിടത്തും ഇല്ല. വനം മാത്രം. പിന്നെ കുറേ സ്ഥലം ചെന്നാൽ മഞ്ഞ് മാത്രം. മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല. ഈ ക്യാമറയിൽ കൂടെ കുറച്ചുകൂടെ കാണാം, പക്ഷേ നമ്മൾ വണ്ടിയിലിരിക്കുമ്പം നമ്മുടെ ഫ്രണ്ട് പോലും കാണാൻ മേലാത്ത അത്രയും കോടയാണ് കേട്ടോ. കോടയാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് പോവും. ഒരു കുന്തവും കാണാൻ മേല. പോകുന്ന വഴിക്കൊക്കെ റോഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ആനത്താരെന്ന്. എന്ന് പറഞ്ഞാൽ ആന റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലം പതുക്കെ പോകാൻ. പണ്ടാരടങ്ങാൻ ആന വന്ന് നമ്മളോട് പറയേണ്ടി വരും, ഇത് ഞാൻ ആനയാണ്, ഫ്രണ്ട് നിൽപ്പുണ്ടെന്ന്. കാരണം മഞ്ഞ് കാരണം ഒന്നും കാണാൻ മേല. അതാണ് അവസ്ഥ. ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു, എൻ്റെ ജസ്റ്റ് ഇതിപ്പോൾ ഫ്രണ്ടിൽ ആന വന്ന് നിന്നാൽ കാണാൻ മേലാത്ത മഞ്ഞാണല്ലോ, നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ, ഓടാൻ പോലും പറ്റില്ല. ജസ്റ്റ് എന്നോട് പറഞ്ഞു നമ്മളൊന്നും ചെയ്യണ്ട,
ആന എല്ലാം ചെയ്തോളൂന്ന്. നേരമല്ലേ? ആന വന്ന് ഫ്രണ്ട് നിന്നാൽ പിന്നെ എന്നാ ചെയ്യാനായിട്ടാ. എനിക്ക് ശരിക്കും പറഞ്ഞ് ഈ ക്ലൈമറ്റ് എല്ലാം കണ്ടപ്പോൾ ഉണ്ടല്ലോ അവിടെ ഇറങ്ങാൻ തോന്നിയേ. ഇതുണ്ടോ, ഇത് ഒരു ഡാമാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ വഴിയില്ല. കാരണം എന്തെങ്കിലും കുന്തം കണ്ടാലല്ലേ അത് ഡാമാന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലേ? മഞ്ഞ് കാരണം ഒന്നും കാണാൻ മേല. പക്ഷെ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം അതൊരു ഡാമായിരുന്നു. അത് ഏത് ഡാമാന്ന് പേര് ഞാൻ മറന്നുപോയി കേട്ടോ. മഞ്ഞ് കാരണം ഡാമിൻ്റെ പേരും കണ്ടില്ല. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഒന്നും എടുക്കരുതെന്ന്. അതും മഞ്ഞ് കാരണം കണ്ടില്ല. ഇങ്ങനെ വന്നപ്പോഴാണ് കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഫോറസ്റ്റ് എല്ലാം കണ്ടപ്പോൾ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കണമെന്നൊക്കെ അതിയായ ആഗ്രഹവും അതിയായ ത്വരയും ഉണ്ടായിരുന്നു. പക്ഷേ വന്യമൃഗങ്ങൾ ഉള്ളത് കൊണ്ടും വെറുതെ രാവിലെ ആയതുകൊണ്ട് അവർ നന്നായിട്ട് വിശന്നിരിക്കുകയായതുകൊണ്ടും ഞാൻ പിന്നെ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നില്ല. വെറുതെ എന്തിനല്ലേ നമ്മൾ റിസ്ക് ഏറ്റെടുക്കുന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കി, ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഒരു 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. പക്ഷേ ജസ്റ്റ് ഇതൊന്നും സമ്മതിച്ചില്ല. അത് തന്നെയല്ല, വനത്തിൽ വണ്ടി നിർത്തി ഫോട്ടോ ഒന്നും എടുക്കുന്നത് അത്ര സേഫ് അല്ല. പക്ഷേ ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ വണ്ടി നിർത്തരുതെന്ന്. പക്ഷേ പോകുന്ന വഴിക്ക് സാധാരണ ഫോറസ്റ്റിലൊക്കെ എഴുതി വെക്കുന്ന കണ്ടിട്ടുണ്ട്, വണ്ടി പാർക്ക് ചെയ്യരുത് വാഹനങ്ങൾ. പോകുന്ന വഴിക്ക് കണ്ട ഒരു ബിൽഡിംഗ് ആണ് ഇത് ശരിക്കും പറഞ്ഞ് എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ് കാണുന്നത്. നോക്കി, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്ത് കുഞ്ഞൊരു ബ്ലോക്ക് പഞ്ചായത്ത് ബിൽഡിംഗ് ആയല്ലേ. ശരിക്കും പറഞ്ഞാൽ ആ വനത്തിൽ എന്തിനാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ബിൽഡിംഗ് എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം അവിടെ മനുഷ്യരൊന്നും ഇല്ലല്ലോ, ഫോറസ്റ്റ് അല്ലേ. ജഗതി ഒരു സിനിമ പറഞ്ഞ പോലെ ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞതുപോലെ ഈ ഡയലോഗ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റാണ്, എന്നാലും ക്ഷമിക്കുക, എനിക്കിഷ്ടമുള്ളൊരു ഡയലോഗാണ്. പിന്നെ ഫോറസ്റ്റ് കണ്ടപ്പം ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ രചിച്ച്, ഞാൻ തന്നെ ഈണം പകർന്ന ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടാമെന്ന് എനിക്ക് തോന്നി. കാരണം ഫോറസ്റ്റ് കാണുമ്പോൾ ആ പാട്ട് വരും. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല. ഫോറസ്റ്റ് എന്ന കാട്ടിൽ ഫോക്സ് എന്ന കുറുക്കൻ, ഹെൻ എന്ന കോഴിയെ ക്യാച്ചെന്ന് പിടിച്ചു, ഈറ്റെന്ന് തിന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്ക് ചെറുതായിട്ട് വട്ടിൻ്റെ അസുഖം തുടങ്ങിയിട്ടുണ്ട്, ഞാൻ മരുന്ന് കഴിച്ചില്ലെന്ന്. നിങ്ങൾ ക്ഷമിക്കണം, രാവിലെ എനിക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, വൈകുന്നേരം മാത്രമേ ഉള്ളൂ. കൂടുമ്പം ഇടയ്ക്ക് പോയെന്ന് ഷോക്ക് അടിപ്പിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഇടുക്കിക്ക് പോകേണ്ട, അവിടെ ഇഷ്ടംപോലെ കറണ്ട് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് അടുപ്പിക്കാതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇത് കണ്ടോ, ഞാൻ ഭയങ്കരമായിട്ട് ചളി പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാടൊക്കെ കണ്ട സന്തോഷത്തിൽ പറഞ്ഞാൽ എൻ്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വയലാർ എഴുതുമല്ലേ ഇതുപോലെ, എന്ത് നല്ല കവിത. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ട്യൂണും നല്ല പാട്ടും അല്ലായിരുന്നു. പോകുന്ന വഴിക്ക് നോക്കി നല്ല വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കണ്ട്, ഞാൻ പറഞ്ഞില്ലേ നല്ല വെള്ളച്ചാട്ടമുണ്ട്, മഴയുണ്ട്, കുന്നുണ്ട്. പക്ഷേ വന്യമൃഗങ്ങളെ ഒന്നും കണ്ടില്ല കേട്ടോ. വണ്ടിക്കകത്തുള്ള മൃഗങ്ങൾ, ഇരുകാലി മൃഗങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. റോഡിലൊന്നും കണ്ടില്ല. അതിപ്പോൾ രാവിലെ ആയതുകൊണ്ടും മഴ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ എന്താ പറയുന്നത്, ക്യാമറയ്ക്കകത്ത് കാണുമ്പം വലിയതായിട്ട് മഴ തോന്നുന്നില്ലെങ്കിലും നല്ല അടിപൊളി മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ക്യാമറ പുറത്തോട്ട് പിടിച്ച് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം മഴ നനഞ്ഞ് ഈ പ്രാവശ്യത്തെ യാത്രയിൽ എൻ്റെ ക്യാമറയുടെ മിഡിലോ ഒബ്ലോങ്ങേറ്റ് ഏകദേശം അടിച്ചു പോയിട്ടുണ്ട്. ഇനി കൂടുതൽ മഴ നനയ്ക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇടുക്കിയെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു വരുമല്ലായിരുന്നോ. ഇടുക്കിയെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് മമ്മി നിന്ന കുമ്പിളൊക്കെ തിന്ന് ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ. മമ്മിക്ക് ഭയങ്കര ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ട് കുമ്പിള് പൊതിഞ്ഞ് തന്നു വിട്ടു. അതല്ലായിരുന്നെങ്കിൽ പട്ടിണി കിടന്ന് നമ്മൾ ചത്തുവരും. അതും രാവിലത്തെ വിശപ്പല്ലേ. വിശന്നാൽ നിങ്ങളെല്ലാവെന്ന് പറഞ്ഞ പോലെ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സാധാരണ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോഴേ ഏത് കാടാണേലും വനമാണേലും എന്തോരം വണ്ടികൾ പോകേണ്ടതല്ലേ. പക്ഷെ ഇവിടെ മാത്രം നിങ്ങൾക്കധികം വണ്ടി കാണാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ കണ്ടോ, ഒരു ബോർഡ് പെട്ടെന്ന് മറഞ്ഞുപോയി. ആന ക്രോസ് ചെയ്യുന്ന സ്ഥലം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പതുക്കെ പോവുക. പക്ഷെ ഇവിടെ മഞ്ഞൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ആന വന്നാൽ നമുക്ക് കാണാം, ആനയ്ക്ക് നമ്മളെയും കാണാം. അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ചിന്തിക്കുമായിരുന്നേ, ഏറ്റവും നല്ല എന്താ പറയുക, ജില്ലാ കളക്ടറുടെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇടുക്കി ആയിരിക്കും അല്ലേ. ഇടുക്കി ജില്ലാ കളക്ടറുടെ ഓഫീസായിരിക്കാം കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലത്തിരിക്കുന്ന ഒരു ഓഫീസ്. കാരണം കാടിൻ്റെ നടുക്കാണ്. എന്തോരം നമ്മൾ കാടിക്കൂടെ യാത്ര ചെയ്താലാണ്. ഞാനോർത്ത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ചെല്ലുമായിരിക്കുമെന്ന്. ഇതിപ്പോൾ കാട് തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്തോരം നേരമായെന്നറിയോ. ശരിക്കും പുള്ളിക്കാരത്തി എത്ര മണിക്കൂർ കാടിനകത്തൂടെ യാത്ര ചെയ്താലായിരിക്കും പുള്ളിക്കാരത്തിൻ്റെ ഓഫീസിൽ ചെല്ലാൻ പറ്റുന്നതല്ലേ. അപ്പം ഞാൻ ചിന്തിച്ചതായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ കാട്ടിൽ യാത്ര ചെയ്ത് ഓഫീസിൽ ചെല്ലുന്ന കേരളത്തിലെ ഒരു ജില്ലാ കളക്ടർ നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം ജില്ലാ കളക്ടർ ആയിരിക്കണം. അത് മാത്രമല്ല ഏറ്റവും നല്ല സ്ഥലത്ത് ഓഫീസിരിക്കുന്നതും ഇടുക്കി ജില്ലാ കളക്ടറുടെ ഓഫീസായിരിക്കും അല്ലേ. ഇതുപോലെ വനത്തിനകത്ത്
പൈനാവിലാണ് കേട്ടോ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഓഫീസ് വരുന്നത്. നല്ലൊരു സ്ഥലം. പിന്നെ ഇടുക്കിയുടെ ഡിസ്ട്രിക്ട് കളക്ടർക്ക് വേറൊരു പ്രിവിലേജും ഉണ്ട്. ട്രാഫിക് ബ്ലോക്കിലൊന്നും കിടക്കണ്ട. മൊത്തം വനമായതുകൊണ്ടും ആൾക്കാരുടെ എന്താ പറയുക, ആൾക്കാർ താമസിക്കുന്ന ഏരിയ ഒന്നും അല്ലാത്തത് കൊണ്ട് ട്രാഫിക് ബ്ലോക്ക് വരുന്നില്ലല്ലോ. നല്ല സുഖമല്ലേ, നല്ല ഫ്രഷ് എയർ ഒക്കെ കൊണ്ടുപോകാം അല്ലേ. അങ്ങനെ നമ്മൾ നേരെ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഓഫീസിൽ ചെന്നു. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ, നമ്മൾ ഭുവനേശ്വരി IAS കാണാൻ പോവാന്ന് പറഞ്ഞപ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ചങ്ക് പറിച്ച് കാണിച്ചാലേ നിങ്ങൾ ചെമ്പരത്തി പോവാന്നല്ലേ പറയുള്ളൂ. നമ്മൾ പോയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ, ഇവിടുത്തെ ഡിസ്ട്രിക്ട് ഓഫീസ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പോയ കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് കഴിഞ്ഞു കേട്ടോ. ഞാൻ പിന്നെയും അവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ കോട്ടയത്തെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം എന്ത് ശാന്തമായ ഒരു കളക്ടറേറ്റ്. ഒരു തിരക്കോ ഇല്ല, ബഹളങ്ങളോ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം, അവിടുത്തെ എല്ലാ സ്റ്റാഫും അവർ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം അത്രയും തണുപ്പല്ലേ. നമ്മളൊക്കെ ഡിസംബറിലും ഫാനും AC ഇട്ട് ജോലി ചെയ്യുമ്പം ഇടുക്കിയിലുള്ളവർ നോക്കി നല്ല എന്താ പറയുന്നത്, ഈ സമയത്തും സ്വെറ്ററൊക്കെ ഇട്ടാണ് ജോലി ചെയ്യുന്നത്. അതിനും വേണം ഒരു ഭാഗ്യമല്ലേ. ഇടുക്കിയുടെ മാത്രം പ്രത്യേകതകളിൽ ഒന്നാണത്. ഇടുക്കിയെക്കുറിച്ച് എന്നാൾ ഇത്രയും പറഞ്ഞതല്ലേ അല്ലേ. എന്നാൾ ഇടുക്കി വരെ പോയി. കേരളത്തിലെ ഏറ്റവും വലിയൊരു ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചാൽ വേണേ ഒരു എന്താ പറയുക ജനറൽ നോളജ് ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് കമൻ്റ് അടിക്കും, അല്ല പാലക്കാടല്ലേ എന്ന്. അല്ല, കുറച്ച് നാൾ മുമ്പ് വരെ ആയിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. അതുപോലെ കേരളത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത, അല്ലെ റെയിൽവേ ഇല്ലാത്ത ഒരു ഡിസ്ട്രിക്റ്റും ഇടുക്കിയാണ്. ഇത് രണ്ടും ജനറൽ നോളജ് എനിക്കറിയാവുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എന്താണ് ഇടുക്കിയെക്കുറിച്ച് പറയുന്നത്, കേരളത്തിലെ എന്താ പറയുന്നത് ഹൈ റേഞ്ച് എന്നറിയപ്പെടുന്ന സ്ഥലം നമ്മുടെ സ്വന്തം ഇടുക്കിയാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇടുക്കിയിൽ നിന്നാണ്. എനിക്കത് കേരളത്തിലോട്ടുള്ള 66% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇടുക്കിയിൽ നിന്നാണ്. പിന്നെ എന്താണ് ഇടുക്കിയെക്കുറിച്ച് പറയാനുള്ളത്, വേറൊരു കാര്യം പറയാനുണ്ട്. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണെങ്കിലും കേരളത്തിലെ ഏറ്റവും കുറവ് ആൾക്കാർ താമസിക്കുന്ന ജില്ല എന്ന ബഹുമതി നമ്മുടെ സ്വന്തം ഇടുക്കിയാണ്. പിന്നെന്താണ് ഇടുക്കിയെക്കുറിച്ച് പറയാനുള്ളത്, കേരളത്തിൻ്റെ സ്പൈസസ് ഗാർഡൻ എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വനം ഉള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള സ്ഥലം ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്ന സ്ഥലം ഇടുക്കിയാണ്. ഇതൊക്കെയാണ് ഇടുക്കിയുടെ പ്രത്യേകത കേട്ടോ. ഇത് ആ വലത്തോട്ട് കാണുന്ന റോഡിൽ കൂടെ പോയാൽ നമ്മുടെ ചെറുതോണി ഇടുക്കി ഡാമിലോട്ട് പോകുന്ന റോഡാണ്. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം പോയില്ല, വേറൊരു പ്രാവശ്യം പോകാമെന്നും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഇടുക്കിയെക്കുറിച്ച് അറിയാവുന്ന ജനറൽ നോളജ്. പിന്നെ ഇടുക്കിയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പം നമ്മൾ വിചാരിക്കും കേരളത്തിലെ ഏതെങ്കിലും ആണ്. അല്ല, ഇടുക്കിയുടെ ഏറ്റവും അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തേനിയ, 60 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ രണ്ടാമത് വരുന്നതാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയും കോട്ടയവും. പക്ഷേ ഏറ്റവും അടുത്തത് തേനിയ. എന്താ അല്ലേ, നമ്മൾ ഓർക്കും ഇടുക്കിയുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ഏതെങ്കിലും ആയിരിക്കും. എന്താണ് പിന്നെ എന്താണ് ഇടുക്കിയെക്കുറിച്ച് പറയാനുള്ളത്? പിന്നെ പറയാനുള്ളത് കേരളത്തിൽ നിന്ന് ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ തീർച്ചയായിട്ടും മലയാളമാണ്. പക്ഷേ 2ാം സ്ഥാനം തമിഴിനുണ്ട്. എന്താ അല്ലേ. അപ്പം അത്രയൊക്കെയാണ് ഇടുക്കിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഇനി എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ വരുവാണെങ്കിൽ നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് പറഞ്ഞു തരാവേ. ഇങ്ങോട്ട് നോക്കിയേ, എന്നാ വലിയൊരു മലയല്ലേ. ശരിക്കും ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്തായിരിക്കുമല്ലേ ഇടുക്കി ഡാം. ഈ ഒരു സംഭവം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇതെന്താ സംഭവം എന്ന്. അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ. ഇതാണ് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ കാണുന്ന അതേ സംഭവം. ഇതാണ് നമ്മുടെ സ്വന്തം ഇടുക്കി ഡാം. മഹേഷിൻ്റെ പ്രതികാരം മൂവിക്കകത്ത ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുന്നതും അവർ ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലല്ലേ, ഈ സെയിം സ്ഥലം. അത് കണ്ടപ്പോൾ എനിക്ക് ഇത് ഓർമ്മ ഒന്നല്ല, വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. ഞാനിപ്പോൾ പറഞ്ഞ കുറേ എന്താ പറഞ്ഞത് ജനറൽ നോളജൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതും കുറച്ചൊക്കെ എന്നെ വിക്കിപീഡിയ രാവിലെ ധൃതിക്കിറങ്ങിയപ്പം പല്ല് തേക്കാനും മറന്നു എന്ന് ചെറിയൊരു ഡൗട്ട്. ഞാൻ ചുമ്മാ തള്ളിതാട്ടോ. പല്ലൊക്കെ തേച്ചു. കുറേയൊക്കെ ഞാൻ വിക്കിപീഡിയയിൽ നിന്ന് നോക്കിയതാണ് കേട്ടോ. എല്ലാം ഒന്നും എൻ്റെ പൊതുബോധത്തിൽ നിന്നുള്ളതല്ല. പക്ഷേ ജനറൽ നോളജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു യാത്രയിൽ കുറച്ച് ജനറൽ നോളജും കൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതുതായിട്ട് എന്തെങ്കിലും, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയല്ലേ, എന്നാലും പുതുതായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ? നോക്കിയാൽ പോകുന്ന വഴിക്ക് നല്ല വെള്ളച്ചാട്ടമൊക്കെ, എന്നാ ഭംഗിയല്ലേ കാണാനായിട്ട്. ശരിക്കും നല്ല അടിപൊളി സ്ഥലം ഇടുക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു മിടുക്കി തന്നെ കേട്ടോ. നല്ലൊരു സ്ഥലം. നല്ലതെന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ ആൾക്കാരും നല്ലതാണ്, ഇടുക്കിയും നല്ലതാണ്, അവിടുത്തെ ക്ലൈമറ്റും നല്ലതാണ്. എന്നാ വലിയൊരു സ്ഥലമല്ലേ. നമ്മൾ പോകുന്ന വഴിക്കേ ഞാൻ നോക്കുമായിരുന്നേ, തേക്കടിക്ക് എഴുതിയേക്കുവാ 100 കിലോമീറ്റർ എന്ന്. എൻ്റെ അമ്മയെ, ചുമ്മാ ആണോ അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയായത്.
ഇടുക്കി ജില്ല തന്നെ നമ്മളോട് ചോദിക്കുക ഞാൻ എന്നാ സുമ്മാവാ എന്ന്. ഞാൻ പറഞ്ഞില്ലേ പോകുന്ന വഴിക്ക് മുഴുവൻ മഴയായിരുന്നുകൊണ്ട് കണ്ടല്ലോ ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളൊന്നും കണ്ടു നിർത്തി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മഴയെന്ന് പറഞ്ഞാൽ അതിഭീകരമായ മഴ. അങ്ങനെ നമ്മൾ നമ്മുടെ കട്ടപ്പന ടൗൺ എത്തി. കട്ടപ്പന ആകെയാന്ന് ഈ പോകുന്ന വഴിക്കാണ് ഈ കാണുന്നതാണ് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ കേട്ടോ. നമ്മൾ മുമ്പേ വരുന്ന വഴിക്ക് ഇടുക്കി മെഡിക്കൽ കോളേജും കൂടെ പാസ് ചെയ്തായിരുന്നു. പക്ഷേ അതിൻ്റെ നമ്മുടെ റോഡിൻ്റെ സൈഡിലല്ലാത്തതുകൊണ്ട് നന്നായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് കട്ടപ്പന ഫൊറോന ചർച്ച്, അല്ല അത് തന്നെ ഫൊറോന ചർച്ച്. നമ്മളവിടെയൊക്കെ ഒന്ന് കയറി. കട്ടപ്പന ഫൊറോന പള്ളിയിലെ ആൾക്കാരെങ്കിലും ഉണ്ട് വേണേൽ വീഡിയോ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അങ്ങനത്തെ വലിയ ഭാവമൊന്നും ഇരിക്കില്ല. നമ്മളവിടെ പോയത് എന്തിനാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പോയ കാര്യമൊന്നും നടന്നില്ല. എന്നാലും നമ്മളവിടെ കയറി ആ 33കാരൻ, നമ്മുടെ ന്യൂജൻ പിള്ളേർ പറയുന്നല്ലേ, ആ 33കാരൻ ആശാരിച്ചെറുക്കനോട് നമ്മൾ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ നോക്കിക്കൊള്ളുമായിരിക്കും. ആ പള്ളിയുടെ മുറ്റത്ത് നിന്നപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നത് എന്ത് പ്രകൃതിരമണീയമായ ഒരു സ്ഥലമല്ലേ ഇത്. ഈ കാണുന്ന ഒരു കല്ലറ കേട്ടോ. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ശാന്തസുന്ദരമായ കല്ലറ സ്ഥിതി എന്നൊരു സ്ഥലം ഇതായിരിക്കും അല്ലേ. അതുപോലെ മറ്റൊരു അത്ഭുതം ഞാനവിടെ കണ്ടേ. ഇങ്ങോട്ട് നോക്കിയൊരു പ്ലാവ്. ഇതിപ്പോൾ പ്ലാവിന് ഭ്രാന്ത് പിടിച്ചാണോ ചക്കയ്ക്ക് ഭ്രാന്ത് പിടിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തോരം ചക്കയല്ലേ, ഞാൻ കണ്ണ് വെച്ച് പോയി. ശരിക്കും പറഞ്ഞാൽ ചക്ക കണ്ടുണ്ടല്ലോ എൻ്റെ തന്നെ കണ്ടോളൂ പോയി. 2 ചക്ക പറിച്ച് വണ്ടി ഇട്ടുകൊണ്ട് പോരേണ്ടതായിരുന്നു അല്ലേ. ഇനി ചക്കയൊന്നും നമ്മളൊന്നും പറിച്ചില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ യാത്രാവിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു കളക്ടറെ കാണാൻ പോയതാന്ന്. നമ്മൾ ജില്ലാ കളക്ടർ വിഘ്നേശ്വരിമാരത്തെ കാണാനൊന്നും പോയതല്ല കേട്ടോ. നമ്മൾ RTO ഓഫീസിൽ പോയതാ. അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം.